ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജോവാഞ്ചോ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് പ്രശസ്തമായ രണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട്, ആനയാടിക്കുത്തും തൊമ്മൻകുത്തും. അപ്പം തൊടുപുഴയിൽ നിന്ന് അധികം ദൂരത്തിലല്ലാതെ ഒരു അടിപൊളി വെള്ളച്ചാട്ടങ്ങളാണ് ഇത് രണ്ടും. കാണാനും അതുപോലെ ആനയാടിക്കുത്ത് എന്ന് പറയുന്നത് അവിടെ നമുക്ക് അപകടങ്ങൾക്ക് വളരെ കുറവായ ഒരു സ്ഥലമാണ്. എല്ലാവർക്കും ഒരു ഒറ്റ പോക്കിൽ ഈ തൊമ്മൻകുത്തും ആനയാടിക്കുത്തും കണ്ട് ആസ്വദിച്ച് പോരാം. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യാം. ഉടുമ്പന്നൂര് പരിയാരം പഴയകാലത്ത് കോട്ട വഴിയാട്ടോ ഇത്. ഇതിനെക്കുറിച്ച് കറക്റ്റ് അറിയാവുന്നവരോട് ഒന്ന് കമൻറ്റ് ഇടണേ. അതുപോലെ ഇത് മുളപ്പുറം തേക്കും കൂപ്പിക്കിടെയുള്ള ഒരു ഇടവഴിയാട്ടോ. അപ്പോൾ അത്യാവശ്യം വാഹനങ്ങളൊക്കെ ഇതിക്കിടെ പോകാറുള്ളത്. ചെറിയ ഒരു മെയിൻ റോഡിലേക്ക് ചെന്ന് ഇടാനുള്ള ചെറിയൊരു വഴിയാണിത്, ഒരു ക്രോസ് റോഡാണിത്. നല്ല രസമാട്ടോ ഇതിക്കിടെ. ഇവിടെ മൊത്തം തേക്കാണ്, അതുകൊണ്ട് നല്ല രസമാണ് ഇതിക്കിടെയുള്ള യാത്ര. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കരിമണ്ണൂരിൽ നിന്ന് തൊമ്മൻകുത്ത് പോകുന്ന മെയിൻ വഴി കൂടെ ആട്ടോ. ഇത് തൊമ്മൻകുത്തിന് പോകുന്ന വഴിക്കുള്ള തൊമ്മൻകുത്തിന് അടുത്തായിട്ടുള്ള ഒരു ദേവീക്ഷേത്രം ആട്ടോ ഇത്. അത് ശാന്തിക്കാട് ദേവീക്ഷേത്രം. ഇത് തൊമ്മൻകുത്ത് ചപ്പാത്താട്ടോ ഇത്. ആനയാടിക്കുത്തിൽ നിന്നും തൊമ്മൻകുത്തിൽ നിന്നുള്ള വരുന്ന വെള്ളം ഇതിക്കിടെ ആയിട്ടോ ഇത് കടന്നു പോകുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. ഇവിടെ നേരത്തേക്ക് പോയാൽ വണ്ണപ്പുറം നമുക്ക് നേരെ ആട്ടോ പോകുന്നത്. നാളെ തൊമ്മൻകുത്ത് ജംഗ്ഷൻ കേട്ടോ. നമുക്ക് ആദ്യം ആനയാടിക്കുത്തിന് പോവാം. ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്കാട്ടോ തിരിയുന്ന ആനയാടിക്കുത്ത്. ഇതൊരു തൊമ്മൻകുത്ത് തന്നെ ആട്ടോ ഇവിടെയും പറയുന്നത്. ചെറിയൊരു ജംഗ്ഷനാണ്. വഴി ഇച്ചിരി മോശമൊക്കെയാണെന്ന് തോന്നുന്നത്. കയറുമ്പോഴേ വഴി ഇച്ചിരി മോശമായിട്ടാണ് കാണുന്നത്. ഇവിടെ കയറി വന്നപ്പോ ഇവിടെ ഒരു വണ്ടി മേലേക്ക് കടത്തി വിടാനാട്ടോ. നമ്മൾ റോഡ് പണി നടക്കുക, അതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി മേലേക്ക് ബൈക്ക് മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഒരു വീട്ടിൽ ഇവിടെ എല്ലാം വീടിന്റെ മുറ്റത്ത് പേ പാർക്ക് കേട്ടോ. ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ വേറെ ഒരു വഴി കൂടെ വേണം ഇനി നടന്ന് കയറി പോകാൻ. ഞങ്ങൾ അങ്ങോട്ടൊന്ന് കയറി പോകാം. നമ്മുടെ വണ്ടി ഇട്ടിട്ട് കുറച്ച് ദൂരം നടക്കണം കേട്ടോ. വലിയ മടുപ്പൊന്നുമില്ല, നല്ല രസമാണ്. എന്നുവെച്ചാൽ പഴയ കാലത്തെ വഴികളാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ ഒന്നും ഇങ്ങനെയൊന്നുമില്ല. നമ്മുടെ നാട്ടുമ്പുറങ്ങളെ പഴയ തൊണ്ടി കൂടെയുള്ള വഴികളൊക്കെ ഇല്ലേ, നാട്ടുമ്പുറങ്ങൾ പോലുള്ള വഴി, ചെറിയ ചെറിയ വഴികൾ, അതുപോലത്തെ വഴിയാണ് ഇങ്ങോട്ട് നടന്നു പോകുന്നത്. ആ പഴയകാല ഓർമ്മകളൊക്കെ നമുക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഇപ്പൊ എല്ലാവർക്കും റോഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആരും ഇങ്ങനത്തെ വഴികളുള്ള നടപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് ആ പഴയ കാലങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ഓരോ യാത്രകളൊക്കെ പോയി വേണമെങ്കിൽ. പിന്നെ പാറക്കൂട്ടമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ ആനയാടിക്കുത്തിന്റെ താഴ്ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. മുകളിലേക്കുള്ള വഴി ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. അതുകൊണ്ട് ഈ വലിയ പാറ കയറി അതിന്റെ ഈ ഭയങ്കര പാറയാന്ന് തോന്നുന്നത്. അത് മുകളിലേക്ക് കയറിച്ചല്ല. വിദേശീയ സ്വദേശീയ അനേകം സഞ്ചാരികളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. ഈ പാറകളെ കുറച്ച് നടന്നു കയറണം കേട്ടോ. ഇവിടെ വന്നിരുന്ന് വിശ്രമിച്ച് ചെറിയ ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാനായിട്ട് ചെറിയൊരു സ്നാക്സ് ഷോപ്പൊക്കെ ഇവിടെയുണ്ട് ഈ പാറയുടെ മുകളിലായിട്ട്. നമ്മൾ ഇറങ്ങാൻ പോകുന്ന അവിടെ നിന്നുള്ള വെള്ളമാട്ടോ ഈ കാണുന്നത്. വെള്ളത്തിന്റെ നല്ല ഇരപ്പുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തായിട്ട് ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെ തന്നെ വെള്ളത്തിൽ ചാടാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ സ്നാക്സ്, ചായ, നാരങ്ങളൊക്കെ കിട്ടും. ഈ കാണുന്ന കേട്ടോ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം. വിസ്തൃതമായി കിടക്കുന്ന നല്ലൊരു വെള്ളച്ചാട്ടമാണ്. ഇത് നല്ലൊരു വെള്ളച്ചാട്ടം കേട്ടോ. അധികം ആഴമൊന്നുമില്ല. അടിയിൽ മൊത്തം മണലാണ്. അതുകൊണ്ട് നമുക്ക് അധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വിസ്തൃതമായി കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്.
എത്ര പ്രായമുള്ളവരോ കുട്ടികളോ വന്നാലും നമുക്കിവിടെ ഇറങ്ങി കുളിക്കാനും ചാടി മുങ്ങാനൊക്കെ പറ്റും. ഡ്രസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് കുളിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ ചുറ്റും മരങ്ങളാട്ടോ. ഈ മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് വേണമെങ്കിൽ താഴേക്ക് ചെറുതായിട്ട് ചാടാം. നല്ല ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടം. ഒരു അപകടവും നമുക്കിവിടെ ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് നമുക്കിവിടെ വന്ന് കുളിക്കുകയും ആസ്വദിക്കുകയും ചെയ്യാം. വളരെ കുറച്ച് നാളായുള്ളൂ ഇതൊക്കെ എല്ലാവരും അറിയാൻ തുടങ്ങിയിട്ട്. അതിക്ക് മുമ്പൊന്നും ഇവിടെ ആരും അങ്ങനെ വരവോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇടുക്കി ജില്ലയിൽ അനേകം വെള്ളച്ചാട്ടങ്ങളുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് സേഫായിട്ടും നമുക്ക് പേടിക്കാതെ അപകടമില്ലാതെയും കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലം വേറെ ഉണ്ടാവില്ല. ഇത്രയും നല്ല ഭംഗിയാണ്. മീൻ കാളെ കൊത്തുന്ന കാഴ്ച ഉണ്ടോ? നമ്മളെ കേരളീയരുടെ ഒരു പ്രത്യേകത കേട്ടോ. കയ്യിൽ എന്തുണ്ടെങ്കിലും അത് വലിച്ചെറിഞ്ഞിട്ട് പോകും. അതുപോലെ കേട്ടോ ഇത്. നമ്മുടെ ഒരു സ്ഥലത്ത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റുകളൊന്നും വലിച്ചെറിയാതിരിക്കുക. അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ആ വെള്ളം പോകുന്നുണ്ടോ? ഇവിടുന്ന് ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് എല്ലാവരും കുളിക്കുന്ന അവിടെ നിന്നുള്ള വെള്ളമാട്ടോ ഈ ഒഴുകി പോകുന്നത് കേട്ടോ. അങ്ങ് താഴേക്ക് അത് ഒഴുകി പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ തൊമ്മൻകുത്ത് ആനയാടിക്കുത്ത് ഒരു ചപ്പാത്തിന്റെ കാര്യം, അതിന്റെ അടിയിൽ കേട്ടോ ഈ വെള്ളം പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ കയറി വന്ന വഴി കേട്ടോ ആ കാണുന്നത്. അതുകൊണ്ടോ അതുകൊണ്ട് ആ കാണുന്ന വഴി അതിക്കടെയാണ് നമ്മൾ കയറി വന്നത്. നമ്മൾ ആദ്യം ഇറങ്ങിയതിൻ്റെ അവിടുന്ന് മേളിലുള്ള ഭാഗം കേട്ടോ ഇത്. വിസ്തൃതമായിട്ട് പാറ നീണ്ടു കിടക്കുക. അതിൻ്റെ മുകളിലൊക്കെ താമസക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഈ പാറയുടെ മുകളിൽ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട്. അപ്പം ഇതിക്കടെ നടക്കുന്നവരൊക്കെ ആ കുഴികളിലൊക്കെ അകപ്പെടാതെ നോക്കണം. അതിൻ്റെ അടിയിലേക്ക് ഭയങ്കര താഴ്ചയായിരിക്കും. അതിൽ പോയാൽ നമുക്ക് മുകളിലേക്ക് പൊങ്ങി വരാൻ സാധിക്കാണ്ട് വരും. അങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. തെന്നിയൊക്കെ പോകാതെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ കുറുകെയുള്ള ഒരു പാലമാട്ടോ ഇത്. ആ പാറയുടെ അപ്പുറത്തെ മുകളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് യാത്രയ്ക്ക് സൗകര്യമായിട്ട് ഉണ്ടാക്കിയേക്കുന്ന പാലമാണിത്. ഈ ആനയാടിക്കൊത്ത് ഇതിന്റെ സൈഡിൽ കൂടെ എല്ലാം സ്വകാര്യ വ്യക്തിയുടെ പുരയിടങ്ങളാട്ടോ. കൃഷിത്തോട്ടങ്ങളാണ് ഇത് ഇവിടെ എല്ലാം. അതുപോലെ തന്നെ ഈ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു വഴിയൊക്കെ ഇതിലൂടെ ഉണ്ട്. ജീപ്പൊക്കെ കടന്നു പോവുള്ളൂ അല്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് നല്ല റബ്ബർ തോട്ടങ്ങളൊക്കെ കേട്ടോ. അങ്ങോട്ട് ജീപ്പൊക്കെ കൊണ്ടുപോകാനാണ്. വലിയ മഴയുള്ളപ്പം വെള്ളമുള്ളപ്പോൾ ഒന്നും അത് ഇതിലൂടെ പോക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. വെള്ളമൊക്കെ കുറവുള്ളപ്പം നമുക്ക് സുഖമായിട്ട് ഇതിലൂടെ വണ്ടി കൊണ്ടുപോകാം. ഇവിടെ എല്ലാം താമസക്കാരുണ്ട് കേട്ടോ. ഇനി നമുക്ക് തൊമ്മൻകുത്തിൽ ഒന്ന് പോയി നോക്കാം. തൊമ്മൻകുത്തിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. തൊമ്മൻകുത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്ന മുന്നറിയിപ്പ് ചിഹ്നങ്ങളാട്ടോ. അവിടെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ആരും ഇറക്കമൊന്നുമില്ല. മൊത്തം പാറ എടുക്കുക. അതുകൊണ്ട് തെന്നിപ്പോകാനുള്ള സാധ്യതയും കാര്യങ്ങളെല്ലാം കൂടുതലാണ്. അപകടങ്ങൾ ഉണ്ടാകാനും. ഇവിടുത്തെ ഒരു അമ്മച്ചിയുടെ കട കേട്ടോ. ഒരു നല്ലൊരു അമ്മച്ചി. ഇത് വർത്തമാനമൊക്കെ കേട്ടാൽ എന്ത് രസമെന്നറിയാം. ഒത്തിരി സംസാരിക്കാൻ തോന്നും. ഈ കാണുന്ന കേട്ടോ ഇവിടുത്തെ പാസ് കൗണ്ടർ. ഇവിടുന്ന് പാസ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് നടക്കാൻ. ഉള്ളിലേക്ക് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്ററിനടുത്ത് ഉമ്മ നടന്നു പോകാൻ. മൊത്തം പച്ചപ്പുകളാണ്. ഞങ്ങൾ ഇവിടുത്തെ എൻട്രൻസ് ഫീസൊക്കെ അടച്ചിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് നടക്കുക കേട്ടോ. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ഇതിൻ്റെ അകത്തേക്ക് നടക്കണം. ഇവിടുത്തെ ഭംഗി ആസ്വദിക്കണം. നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. ഒരു മുന്നറിയിപ്പ് ബോർഡ് ഉണ്ടല്ലോ. അതുകൊണ്ടോ 24 പേരാണ് ഇവിടെ ഒഴുക്കിപ്പെട്ട് മരിച്ചത്. അടുത്തത് നിങ്ങളാവരുതെന്നുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും അത് ശ്രദ്ധിക്കണേ.
ഇനി നമുക്ക് കാനന ഭംഗി ആസ്വദിച്ച് നമുക്ക് ഉള്ളിലേക്ക് പോകാം. പക്ഷികളുടെ ചിലകളും അതുപോലെ പുഴയിലെ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല ഒരു രസമാട്ടോ. ഇവിടെ ഇതിങ്ങനെ നടക്കുന്നത് സൂക്ഷിച്ച് നടക്കണം കേട്ടോ. മൊത്തം ഉരുളൻ കല്ലുകളാണ്. കാല് തെറ്റിയ മുന്നിലെ പല്ലൊക്കെ പോകും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും സൂക്ഷിച്ച് വേണം നടക്കാൻ. വലിയ വെള്ളം വരാൻ നേരത്ത് മരങ്ങൾ ഒഴുകി കൊണ്ടുവന്നിട്ടേക്കുന്ന കേട്ടോ ഈ കാണുന്ന. കുറേ പഴക്കമുള്ള ഉണങ്ങിയിരിപ്പുണ്ട്. അങ്ങോട്ട് ആരും ഇറക്കമൊന്നുമില്ല. പിന്നെ അതുപോലെ അവരുടെ ഫോറസ്റ്റിൻ്റെ ഒരു വാച്ച് പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ. ഇല്ലി വെച്ചുണ്ടാക്കിയേക്കുന്ന ഒരു പാലം കേട്ടോ. ആ പഴയ കാലത്ത് ഓർമ്മകളൊക്കെ നമുക്ക് അയവിറക്കുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ പാലങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ നടന്നു കയറി വന്ന ഏറ്റവും ടോപ്പിലായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. എഴുന്നിലക്കുത്തുന്ന ഇതിൻ്റെ പേര് ഇത് അറിയപ്പെടുന്നത്. ഇങ്ങോട്ടും ആരും ഇറക്കൂല. ഇവിടെ മൊത്തം ശരിക്കും പറയുവാണെങ്കിൽ പാറക്കൂട്ടങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ പോയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആരും ഇറക്കുമൊന്നുമില്ല. അങ്ങനെ ആനയാടിക്കുത്തും തുമ്മൻകുത്തും കണ്ട് ഞങ്ങൾ തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടുള്ള വഴി തൊടുപുഴയിൽ നിന്ന് കരിമണ്ണൂർ വഴി തുമ്മൻകുത്തിലെത്താം. തൊടുപുഴയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ എത്തിയാൽ നമുക്ക് തുമ്മൻകുത്തിൽ എത്തിച്ചേരാം. അതുപോലെ തുമ്മൻകുത്ത് എത്തുന്നതിന് തൊട്ട് മുന്നിലായിട്ടാണ്, ഒരു 3 കിലോമീറ്റർ മുന്നിലായിട്ടാണ് ആനയാടിക്കുത്തിലേക്ക് തിരിയുന്നത്. അതും അധികം ദൂരമില്ല. അപ്പം എറണാകുളം നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഒരു 100 കിലോമീറ്റർ കൊണ്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. അതുപോലെ എൻ്റെ ഈ കൊച്ചിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.